വെൽക്കം ടു ആവേശം ലൈഫ് സ്റ്റൈൽ. അത് തന്നെ, നമ്മൾ കുറേ നാൾക്ക് ശേഷം ലൈഫ് സ്റ്റൈൽ കളിക്കാൻ പോവാണ് ഗൈസ്. അതെ, അപ്പോൾ ഈ സർവറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർവർ ഒരു ലൈഫ് സ്റ്റൈലാണ്. അതാണ് ഈ സർവറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആൻഡ് ഞാൻ ഈ സർവറിൽ കയറാൻ എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഗ്രൈൻഡ് ചെയ്യാനായിട്ടൊരു സർവർ ആവശ്യമുണ്ടായിരുന്നു. അതെ, ചുമ്മാ ഗ്രൈൻഡ് ചെയ്ത് നടക്കാനല്ല, ഒരു പവർഫുൾ സ്റ്റാക്കഡ് പ്ലെയർ ആവണം. അപ്പോൾ അതിനൊറ്റ സർവർ ഞാൻ കണ്ടുപിടിച്ചു, അതാണ് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ ഉള്ള ലൈഫ് സ്റ്റൈല് നല്ലത് ആവേശമെന്ന് തോന്നി. സർവറിൽ കയറി എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ ഗ്രൈൻഡ് ചെയ്യാൻ തുടങ്ങി. അതിപ്പോൾ സ്റ്റോണ്, അങ്ങനെ അയൺ, അങ്ങനത്തെ ഐറ്റംസൊക്കെ. ആൻഡ് എനിക്കൊരു ടീമിൻ്റെ ആവശ്യമുണ്ടായിരുന്നു, കാരണം ഇതിൽ എൻഡ് ഫൈറ്റൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല. സോ പറ്റിയ ടീം എന്ന് പറയുമ്പോൾ എപ്പോഴത്തേവും പോലെ തന്നെ ആ എൻസോ പൊട്ടനാണ്. ഇനി എൻസോ പൊട്ടനെയും കൂടി വലിച്ചു കയറ്റണം. സോ എനിക്ക് എൻസോ ആയിട്ടൊന്ന് മീറ്റ് ചെയ്യണം, അതിൻ്റെ എൻസോനെ വിളിക്കണം. ഇതൊരു പബ്ലിക് സർവറായിട്ട് നിങ്ങൾക്കും കയറാം. അപ്പോൾ IP ആണെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. സോ അതൊന്ന് പോയി ചെക്ക് ചെയ്തേക്ക്. എനിക്ക് കയറാൻ താല്പര്യമുണ്ടെങ്കിൽ കയറുക. പിന്നെ ഞാൻ എനിക്ക് വേണ്ട കുറച്ച് ഫുഡ് കളക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഫൈനലി എൻസോ സർവറിൽ കയറി ഞങ്ങൾ രണ്ടുപേരും കൂടി മീറ്റ് ചെയ്തു. അതും സ്പോൺ പോയിൻറ്റിൻ്റെ തൊട്ടടുത്ത്. ഞങ്ങൾ ഇപ്പോഴും ദൂരമൊന്നും പോയിട്ടില്ല. അപ്പോൾ എല്ലാം കേട്ടുമെന്ന് വിചാരിക്കുന്നു. ഞാൻ അങ്ങനെ ആവേശത്തിൽ കയറിയിട്ട് ചെയ്യേണ്ടതൊക്കെ ചെയ്ത് റീപ്ലൈ മോഡൊക്കെ എടുത്ത് നിങ്ങളെ കാണിച്ചെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ എന്താ ഇപ്പോൾ നടക്കുന്നതെന്ന് കാണിച്ചു തരാം. ആക്ച്വലി എനിക്കുള്ള പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസ് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സീസൺ 1 ഞാനും സൈറും ഒക്കെ ഒരു അണ്ടർഗ്രൗണ്ടിലായിരുന്നു ബേസ് ഉണ്ടാക്കിയത്. അങ്ങനത്തെ ഒരു ബേസ് വേണമെന്നായിരുന്നു. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി ബ്യൂട്ടിഫുള്ളായിട്ട് പണിയണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഞാനാണെങ്കിൽ ഇവിടെ സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് ഒരു കുഴിയൊക്കെ കുഴിച്ച് അവിടെ ചെറിയൊരു ഫാമും അതുപോലെ തന്നെ എല്ലാം സെറ്റാക്കി. പക്ഷേ ഇത്രയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ആ പടം ചെയ്ത് ഇതും പിന്നെ ഈ ഒരു ഫാമിങ്ങും പിന്നെ ഈ വെച്ചേക്കണത് ബെഡിലും ജസ്റ്റിലും കുറച്ച് ഗ്രൈൻഡ് മാത്രമേ നടത്തുള്ളൂ. പിന്നെ ഇതൊക്കെ ആരാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാർമും നെതർ പോർട്ടലും പിന്നെ അയൺ ഫാമും വില്ലേജിങ് ട്രേഡിങ്ങുകളൊക്കെ ഒരുക്കിയത് RJയും അതുപോലെ തന്നെ എൻസോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടും കൂടിയാണ്. ഇതേ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കയറി ഞാൻ എൻസോനെ മീറ്റ് ചെയ്തായിരുന്നു. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ഞങ്ങൾ RJനെയും ഫ്രണ്ടാക്കി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊറ്റയ്ക്ക് കളിക്കുമായിരുന്നു. മാത്രമല്ല ടീം എത്രത്തോളം കണ്ടില്ല, RJ മോനോസേ എന്നൊക്കെ വിളിക്കുന്നത്. നമ്മുടെ ടീം എത്രത്തോളം മനോഹരമാകുന്നു അത്രത്തോളം എൻഡ് ഫൈറ്റും അതുപോലെ നമ്മളെ സ്റ്റാക്കഡ് പ്ലെയർ. ഞാൻ പറഞ്ഞായിരുന്നല്ലോ എൻ്റെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാക്കഡ് പ്ലെയർ ആവണമെന്നായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഒരു സർവറിൽ കയറി RJ കളിച്ചതല്ലേ. RJയൊക്കെ കംപ്ലീറ്റിൽ നെതറൈറ്റ് ആർമറൊക്കെയാണ്. RJ മനോഹരമായിട്ട് പോകുന്നു. ഇതെന്താ ഗൈസ്, അവനെനിക്ക് ടൂള് തരുവാണെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് പിടിക്കാനായിട്ട് ഞാൻ നെതറിൽ പോയിട്ട് കുറച്ച് ഗോൾഡൊക്കെ എടുത്തായിരുന്നു ഗൈസ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഗോൾഡൻ ആപ്പിൾ ഉണ്ടാക്കാനായിരുന്നു. സോ അത് വിട് ഗൈസ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഗൈസ് നമ്മുടെ ബേസ് എന്ന് പറയുമ്പോൾ. പിന്നെ ഞാൻ എന്തായാലും കോർഡിനേറ്റ്സ് മറച്ചേക്കാം. എന്താ അത് ഞങ്ങളെന്ന് പറയുമ്പോൾ ഒരു മരമുണ്ട് ഗൈസ്. ഇത് ആ ഒരു ക്ലൂ മാത്രമാണ് ഞാൻ തരുന്നത്. ഒരു മരത്തിൻ്റെ സൈഡിൻ്റെ അടിയിലോട്ട് വരുമ്പോൾ ഒരു ഏണി, അവിടെ ഇങ്ങനെ വരുമ്പോൾ ഞാൻ കോർഡിനേറ്റ്സ് ഒക്കെ ഓഫ് ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ബേസ് സംഭവം. ആക്ച്വലി ഞാൻ എന്തായാലും കുറച്ച് തിരക്കൊക്കെ കാരണം സർവറിൽ കയറാൻ മറന്നുപോയി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ സർവറിൽ കളിച്ചത് ഗ്രൈൻഡിങ് അതിനൊക്കെ ചെയ്തത് നമ്മുടെ കുട്ടാപ്പി RJയും അതുപോലെ എൻജോയും ആണ്. അവർക്ക് എന്തായാലും ബിഗ് സല്യൂട്ട്. പക്ഷേ എനിക്ക് വിഷമമുണ്ട്, സീരിയസ്ലി വിഷമമുണ്ട്. കാരണം ഈ ഡയമണ്ട് ആർമർ അവരെ തന്നത്, ഞാനാണ് എൻജോയ് ചെയ്തത്. അവിടെ ഞാൻ കാണിച്ചു തരാം ഗൈസ്, ബേസ് കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ സംസാരിക്കില്ല, നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഫസ്റ്റ് തന്നെ ഞാൻ കഷ്ടപ്പെട്ട് പണിഞ്ഞ AFK റൂം. ഇത് കഷ്ടപ്പാടാണ് പണിയാൻ. പിന്നീട് നമ്മുടെ RJ പണിഞ്ഞ 2 സൂപ്പർ സ്മെൽറ്ററാണ് ഗൈസ്. ഇത് 2 അത് തന്നെ നല്ല വർക്കിംഗ് ആണ്. ആൻഡ് ഇത് ഞാൻ ഉണ്ടാക്കിയ ആൻഡ് ഈ ഇതൊക്കെ RJ വെച്ചത്. ഇതും RJ വെച്ചത്. ഈ ചെസ്റ്റിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും RJ ആണ് വെച്ചത്. ഈ ഒരു ഇത് മാത്രം ഞാൻ ഉണ്ടാക്കി. പിന്നെ ഈ ഒരു ഡിസൈൻ, അതായത് ഈ ഡിസൈനൊക്കെ ഞാൻ ഉണ്ടാക്കിയത്. ഇനി പണിയാണ്ട് ഗൈസ് സീരിയസ്ലി. ഇത് മൈനിങ് ഏരിയയിൽ ഞാൻ ഉണ്ടാക്കി. പിന്നെ ഈ ഒരു ഇതെല്ലാം നെതർ പോർട്ടൽ അതെല്ലാം RJയുടെ കേസ് ഉണ്ടാക്കിയത്. എനിക്ക് എൻജോക്ക് സംസാരിക്കാൻ ഒരു മൈക്ക്. പിന്നീട് ഇനി എന്തായാലും എൻ്റെ ഫൈറ്റിലാണ് PvPക്കാൻ മരിച്ചു പോവുകയാണെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ വെച്ച് ഞാൻ ചെറിയൊരു ബാക്കപ്പ് റൂം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ബാക്കപ്പ് റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എനിക്ക് ഓടി വന്ന്, അതായത് എൻ്റെ ആർമറൊക്കെ പോയി കഴിഞ്ഞാൽ ഓടി വന്ന് എടുത്ത ആർമറൊക്കെ തിരിച്ചിടാനാണ്. ഇതിപ്പോൾ തുറക്കാൻ പറ്റുന്നില്ലല്ലോ.
ഇതാണ് കണ്ടാ, അതായത് എല്ലാം ഉണ്ട് ഗൈസ്. ഇത് കണ്ടില്ലേ, ലാവ ബക്കറ്റൊക്കെ ഉണ്ട് ഫൈറ്റിങ്ങിന്. പിന്നീട് ഒരു പിക്കാക്ക്, പിന്നെ നല്ല പ്രൊട്ടക്ഷൻ, അൺബ്രേക്കിംഗ് ഒക്കെ. ഇത് മാത്രം ചാൻസ് ഇല്ല. പ്രൊട്ടക്ഷൻ, അൺബ്രേക്കിംഗ് ഒക്കെ ഉള്ള ഫോർച്യൂൺ, എഫിഷ്യൻസി ആൻഡ് സ്മിത്തിങ് 2 അതൊക്കെ ഉള്ള നല്ല സൂപ്പർ ബാക്കപ്പ് ആർമർ ആൻഡ് ടൂൾസും ഫുഡൊക്കെ ഉണ്ട്. ഫുഡില്ല എന്ന് തോന്നുന്നു. ഫുഡില്ല. എൻ്റെ ഇപ്പോൾ നിലവിലുള്ളത് ഈ 3 PvPക്ക് വേണ്ടതാണ്. PvP സർവർ എന്തായാലും PvPക്ക് വേണ്ടിയാണല്ലോ ഗൈസ്. അതുകൊണ്ട് തന്നെ ഞാൻ ഏത് നിമിഷവും ആ ഒരു ലൈഫ് സ്റ്റൈൽ ആയിട്ട് തന്നെ നമ്മൾ ഏത് നിമിഷവും ഒരു പ്രിപ്പയർഡായിട്ട് ഇരിക്കണം ഗൈസ്. കാരണം നല്ല വേർക്കും ഗൈസ്. നമ്മൾ ന്യൂബാണ്, അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നെതറിൽ പോയിട്ട് ഞാൻ കുറച്ച് മൈനിങ് നടത്തി, പിന്നെ കുറച്ച് ട്രേഡിംഗ് ഒക്കെ നടത്തി. ഗോൾഡ് എന്തായാലും ഒരുപാട് ഇട്ടിട്ടുണ്ട് എനിക്ക്. ഇനി എൻ്റെ ഇൻവെർട്ടറൊക്കെ ഒന്ന് ക്ലീൻ ആക്കാം. അവൻ തന്ന സോള് ரொம்ப ഫോർച്യൂൺ. നൈസ്. എന്തായാലും ഇപ്പോൾ ഈ സെർവറിൽ എല്ലാം ഞങ്ങളുടെ ടീമിനൊക്കെ നിയന്ത്രിക്കുന്ന പ്ലെയർ ആർജിയാണ്. കാരണം ഞാൻ അതൊക്കെ കയറാറുള്ളൂ ഗൈസ്. സീരിയസ്ലി തുടക്കത്തിൽ ഞാൻ നല്ല ഗ്രൈൻഡിങ് ആണെങ്കിലും ഒരു ബേസ് കണ്ടുപിടിച്ചിട്ട് ഞാൻ നല്ല ബോറായിരുന്നു. എന്തായാലും എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ഇനി ഞാൻ ബേസ് കാണിച്ചില്ല, ഇത്രയും നേരമായിട്ട് ബേസ് കാണിച്ചില്ല. ഇതാണ് ഗൈസ് നമ്മുടെ ചെസ്റ്റിങ് കാര്യങ്ങളൊക്കെ പറയുന്നത്. ചെസ്റ്റ് റിവീൽ ചെയ്യുവാണെങ്കിൽ ഓരോ ചെസ്റ്റിനും ഓരോ ബ്ലോക്സ് ഐറ്റംസ്, ഓർ ഐറ്റംസ്, പിന്നെയും ഓർ ഐറ്റംസ്, ഇത് ആർമറും ടൂൾസൊക്കെ വയ്ക്കുന്ന ഐറ്റംസ്. ആൻഡ് ദേ RG. ആൻഡ് നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മൈനിങ്ങിന് ശേഷം വന്നു കഴിഞ്ഞാൽ വില്ലേജ് ബ്രീഡർ മാത്രമല്ല, ഇത് ബ്രീഡർ ഉണ്ട്. ബ്രീഡർ നല്ല വർക്കിംഗ് ആണ്. അവിടെ 2 പൂച്ചക്കുട്ടികൾ ഇരിക്കുന്നുണ്ട്, അത് RG ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ സൈഡിലായിട്ട് ഷുഗർ കെയിൻ ഫാമും, അതുപോലെ ഈ നെതറെ കിട്ടുന്ന ഈ സാധനം നെതർവാട്ടോ, ഈ സാധനം എന്തിൻ്റെ പേര്, അതെ നെതർവാട്ട്. വന്ന് മൈൻക്രാഫ്റ്റ് കളിക്കാൻ മറന്നുപോയി. പിന്നെ ഇത് ഞാനാണ് പഠിഞ്ഞത്. ആ മേഖലത്തെ സംഭവമൊക്കെ അർജുനാണ് പറഞ്ഞത്. പിന്നെ ഈ ഡിസൈനൊക്കെ ചെയ്തത് എൻസോ എന്നാണ്. എൻസോ പറഞ്ഞത് അറിയത്തില്ല. ഇത് വീറ്റ് ഫാം, ഇത് അതെ കോളിനിട്ടുണ്ട്. ഇത് പൊട്ടാറ്റോ ഫാം, ഇത് ക്യാരറ്റ് ഫാം. മുകളിലും പൊട്ടാറ്റോ ഫാമാണെന്ന് വിചാരിക്കുന്നു. ചാടി നോക്കാൻ പറ്റത്തില്ല, ഇവിടെ ചെറിയ സ്റ്റെപ്പ് ഉണ്ട്, നോക്കാം. ഇവിടെയും ക്യാരറ്റ് ഫാമാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ പോയിട്ട് നമ്മൾ ഇവിടത്തെ ഒരു വഴിയുണ്ട്. ഇത് വില്ലേജറിനെ പിടിച്ചിട്ടാണ്. ഇവിടെ നോക്കുമ്പോൾ ടാപ്പ് ഡോർ വെച്ചിട്ടുണ്ട്. വില്ലേജർ കൊണ്ട് വരത്തില്ല, നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഒരുപാട് വില്ലേജറുണ്ട്. ഞങ്ങൾ ഒരുപാട് ട്രേഡിംഗ് ഒക്കെ ഒപ്പിച്ച് സെറ്റാക്കി ട്രേഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഒരുപാട് എമറാൾഡും പിന്നെ ഒരുപാട് എമറാൾഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് അത് മാത്രമല്ല ഗൈസ് വെച്ചിരിക്കുന്നത്, ഇവിടെ ചെറിയൊരു ഫാം ഉണ്ട്. ഇതിന് അടച്ചു കൂട്ടിയാ സ്റ്റെങ്ങിൻ്റെ ഫാമായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലേജറിനെ ബ്രീഡ് ചെയ്യാൻ. ഈ സ്റ്റെങ് ഫാം ഇപ്പോൾ അടച്ചോന്നും അറിയത്തില്ല, അതിന് അൺലിമിറ്റഡ് ആക്കിയോണെന്നും അറിയത്തില്ല. ഈ RG VCയിൽ വരത്തില്ല ഗൈസ്, അതുകൊണ്ട് തന്നെ അറിയത്തില്ല ഗൈസ്. അതുകൊണ്ട് ഗൈസ് അപ്പോൾ എന്തായാലും നല്ലൊരു വില്ലേജിങ് ബ്രീഡിങ് ആണ്. ഇനി നമുക്കിനി ഒരു ഇടിയുണ്ട് ഗൈസ് ഒരുപാട്, അതാണ് ഈ ബേസിൻ്റെ പ്രത്യേകത. നമ്മൾ ഇങ്ങനെ വന്നിട്ട് മാറിക്കുന്നുണ്ട്. ഇങ്ങനെ വന്നിട്ട് ഇത് ട്രീ ഫാമാണ്. അപ്പുറത്ത് വേറെ സ്ഥലങ്ങളുണ്ട്, അത് നമ്മൾ സ്പോയിൽ ചെയ്യുന്നില്ല. അത് എൻസോടെ സീക്രട്ട് സംഭവം ഉണ്ട്. അപ്പോൾ ബേസൊക്കെ നമ്മൾ ബേസെല്ലാം സംഭവം ഉണ്ട്, അത് സ്പോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അത് ഫുൾ ബിൽഡ് ആവട്ടെ. ഇത് നമ്മുടെ ഇത് കംപ്ലീറ്റ് ബിൽഡ് ചെയ്തേക്കുന്ന എൻസോണേ. ഇത് നമ്മളിങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരുമ്പോൾ മറ്റേ അയൺ ഫാമാണ്. മറ്റേ അയൺ ഫാം ഉണ്ട്. അപ്പോൾ നല്ല വർക്കിംഗ് ആയിട്ടുള്ള പരിപാടിയാണ്. എന്തായാലും നമുക്ക് ഇതും വില്ലേജേഴ്സിനും എടുത്ത് നമുക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ അയൺ ഫാം ആരെ പണിഞ്ഞെന്ന് അറിയത്തില്ല. ഈ ഒരു സംഭവം വന്ന് കീഴിലേക്ക് വന്ന് ചാടി വെള്ളത്തിലോട്ടൊക്കെ ചാടുന്ന ടെക്നിക്ക് പണിഞ്ഞത് എൻസോ എന്നാണ് എന്നോട് എൻസോ പറഞ്ഞിരിക്കുന്നത്. സോ എൻസോ തന്നെ ഇരിക്കും. പിന്നെ എൻസോക്ക് പിന്നെ ബിൽഡ് ചെയ്യാൻ കുറച്ച് കഴിവ് ആണല്ലോ. പിന്നെ ഞാൻ എന്തിനാ ഇങ്ങനെ വെച്ചതെന്ന് ഇങ്ങനെ വയ്ക്കാൻ ഗൈസ്. അത് എൻ്റെ പഴയ പഴംപൊരി റെഫറൻസാണ് ഗൈസ്. റെഫറൻസ് നമ്മുടെ വീട്ടിൽ ഒരു സിനിമയുടെ റെഫറൻസൊക്കെ ഒന്നൊരു റെഫറൻസ് ഉണ്ട്. ഇത് എൻ്റെ ട്രൂ സബ്സ്ക്രൈബേഴ്സിന് അറിയാം എന്താ റെഫറൻസ് എന്ന്. പഴംപൊരി അത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും ഞാൻ പറയണില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ആ ഒരു പരിപാടിയുണ്ട്. പിന്നീട് എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് വലിയ പരിപാടിയൊന്നുമില്ല. ഇവിടെ വെച്ചേക്കാം. അതെ കംപ്ലീറ്റ്ലി ഫുഡ് അയൺ അതെ ഞങ്ങൾക്ക് എന്തും ഉള്ള ഒരു നിലയിലാണിപ്പോൾ. ഇനി എനിക്ക് നെതറൈറ്റ് ആർമർ ആവണം. ഗൈസ് സമയമൊക്കെ ഉള്ളപ്പോൾ ഞാൻ ഇനി നെതറിലൊക്കെ പോവാം. നെതറിൽ പോയിട്ടൊന്ന് ഗ്രൈൻഡൊക്കെ ചെയ്യണം ഗൈസ്. അത് മാത്രമേ നിങ്ങൾ എന്തായാലും ഇത്രയും കണ്ടുകൊണ്ട് നെതറും കൂടി ഞാൻ കാണിച്ചു തരാം. ഇവന്മാർ ഇത് സെറ്റാക്കി വെച്ചു. ഇവന്മാർ മറ്റേ ബെഡ് റോക്കിൻ്റെ മേളിലുള്ള പരിപാടി ചെയ്ത് വെച്ചു തോന്നുന്നു. ഇവിടെ ഒബ്സിഡിയൻ വെച്ചിട്ടില്ലല്ലോ. എന്തെങ്കിലും ഒബ്സിഡിയനും ഇല്ല.
ഇതിലോട്ട് എന്തായാലും നെതറിൻ്റെ റൂഫ് ഇവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സോ ഇനി ഞങ്ങൾക്ക് ഒരുപാട് ആവാനുണ്ട് ഗൈസ്. അത് ഞങ്ങൾക്ക് ഒരുപാട് ആവാനുണ്ട്. എൻ്റെ ഫൈറ്റിന് വി ആർ പ്രിപ്പയർഡിങ് ഫോർ എൻ്റെ ഫൈറ്റ്. സൈറോ വീഡിയോ കാണുന്നെന്ന് ചോദിക്കുന്നു. പിന്നീട് ഒരുപാട് പേർക്കുള്ള ഡൗട്ടായിരിക്കും, ഒരുപാട് പേർക്കൊന്നുണ്ടാവത്തില്ല. എന്നാലും ആവേശത്തിനെ പറ്റി അറിയുന്ന, അതായത് സൈറോയുടെ ഫാൻ സബ്സ്ക്രൈബേഴ്സിന് അറിയായിരിക്കും. സീസൺ 1 ഞാൻ സൈറോ ഒക്കെ ടീമായിരുന്നു. ഈ വട്ടം എന്താ അങ്ങനെ ആവാത്തേന്ന്. സൈറോ ഒരുപാട് ബിസി തിരക്കിലോട്ടൊക്കെ ആയിരുന്നു ഗൈസ്. സൈറോ ഭയങ്കര ബിസി ആയിരുന്നു. സോ അതുകൊണ്ടായിരുന്നു. പിന്നീട് എനിക്ക് ഗ്രൈൻഡ് ചെയ്യാനായിട്ടൊരു സർവറാണ് എനിക്ക് അനുഭവം. അതിന് പറ്റിയ സർവർ ലൈഫ് സ്റ്റീലായിരുന്നു. സോ ലൈഫ് സ്റ്റീലിൽ ചേർന്നു, ഗ്രൈൻഡ് ചെയ്ത് വിചാരിച്ചു. അങ്ങനെ ഇത്ര പരിപാടിയാണ് ഈ സർവറിൽ സംഭവിച്ചത്. ഇനി എന്തെങ്കിലും സംഭവിക്കുവാണെങ്കിൽ ഒന്നെങ്കിൽ അത് ഷോർട്സ് ആയിട്ടോ അല്ലെങ്കിൽ പോസ്റ്റായിട്ടോ എന്തെങ്കിലും വീഡിയോസ് ആയിട്ടോ ഇതാക്കാം. ഇനി എന്തെങ്കിലും നമ്മൾ കുറച്ച് തിരക്കായിരിക്കും ഗൈസ്, കാരണം സ്കൂൾ തുറന്നിരിക്കുകയാണ്. സോ ഒത്തിരി വീഡിയോസ് പ്രതീക്ഷിക്കണ്ട. കാരണം അതെ, ആർജിക്ക് മനസ്സിലായി നമ്മൾ സംസാരിക്കുന്നത്. ആർജി എന്തായാലും വീഡിയോ കാണുമായിരിക്കും. സോ ഞാൻ പറഞ്ഞു വന്നത് സ്കൂൾ തുറക്കുവാണ്. സോ നമ്മളത് പഠനത്തിലോട്ട് കിടക്കുകയാണ്. സോ വെക്കേഷൻ ഈസ് ഓവർ. അത് തന്നെ. അപ്പോൾ ഇനി അല്ലെങ്കിൽ തന്നെ ഞാൻ വീഡിയോസ് ഇടാൻ കുറച്ച് ലേറ്റ് ആവുമായിരുന്നു, കുറച്ച് തിരക്കൊക്കെ കാരണം. അതിൻ്റെ ഇടയ്ക്ക് ഇനി സ്കൂൾ കൂടെ തുറന്ന സ്ഥിതിക്ക് അറിയാലോ. സോ ഇനി കുറച്ചധികം വൈകും. സോ ഇനി ഒരാഴ്ച ഒരു മാസം വീഡിയോസ് ഒന്നും കണ്ടില്ലെങ്കിൽ ചത്തുപോകുന്നൊന്നും പറഞ്ഞ് കമൻറ്റ് ഇടരുത്. അതൊക്കെ എൻ്റെ തിരക്കാണ് ഗൈസ്, ഭയങ്കര തിരക്കാണ്. സോ ബൈ ഗൈസ് ആൻഡ് ഗുഡ് ബൈ. എൻജോയ് ദ വീഡിയോ എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. ബൈ.